ഒരു മാസം മുമ്പ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും ഡൽഹിയിലാണ് അവർ താമസിക്കുന്നത്. എനിക്ക് ഇവർ ഇച്ചിരി പരിചയമുണ്ട് ഡൽഹി വെച്ച്. അപ്പം അതുകൊണ്ട് നാട്ടിൽ വന്നപ്പോൾ ഈ ഭാര്യ, ഈ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണേ. ഞാൻ ചോദിച്ചു എന്തിനെക്കുറിച്ചാ? അച്ഛാ എൻ്റെ ജീവിത പങ്കാളി അച്ഛൻ അറിയാമല്ലോ, ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ് അച്ഛാ. കർത്താവ് ഇടപെടണം അച്ഛാ, കർത്താവ് ഇടപെടണം. നിങ്ങൾക്കറിയോ, ഈ ജീവിത പങ്കാളിയുമായിട്ട് ഇവിടെ വന്നു, പക്ഷേ ഈ മനുഷ്യൻ പിടുത്തം തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ ഞാൻ ഓരോരുത്തരെയും കണ്ട് പ്രാർത്ഥിക്കും, അവരെയൊക്കെ വിളിക്കും. ഇയാൾ വന്നില്ല. മര്യാദയ്ക്ക് കുമ്പസാരിച്ചോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ധ്യാനത്തിൻ്റെ അവസാന ദിവസം എല്ലാവർക്കും ഒരു സമ്മാനം പോലെ ഒരു വചനം കൊടുക്കും. വചനം സ്വീകരിക്കാൻ ഇയാൾ ഗതികേട് കൊണ്ട് മുമ്പിൽ വരണം. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു, ദേ ഇത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് വേണം പോകാൻ, എന്നെ കണ്ടിട്ട് വേണം, ഇത് അവസാനമെങ്കിൽ എൻ്റെ കൈ കിട്ടട്ടെ എന്നോർത്ത് കൈ പിടിച്ചതാ. ഇയാൾ വന്നില്ല. എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഇതെങ്ങോട്ട് പോകും അച്ഛ? ഇട്ടിട്ട് പോകാൻ പറ്റൂ, 2 കുഞ്ഞുങ്ങളുണ്ട്. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ലല്ലോ ഈ കടലിൻ്റെ മുമ്പിൽ കൊണ്ട് എന്നെ നിർത്തിയിരിക്കുന്നത്, എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സഹോദരി ദൈവമാണോ കൊണ്ടുവന്നത്? ദൈവത്തിനൊരു വഴിയുണ്ട്. അച്ഛ ഇതെങ്ങനെ മനസ്സിലാകും? എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ വിഷമം, ഭാരം. ആ ദിവസങ്ങൾ കണ്ണുനീരോടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ സംഭവിച്ചൊരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ പറയാം. പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് പോയി 4-5 ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ദിനത്തിൽ അവരുടെ ഇടവകപ്പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയോട് ഈ മനുഷ്യൻ പറഞ്ഞു, എടി എനിക്കൊരു നല്ല കുമ്പസാരം നടത്തണം. ഭാര്യ വാവളിച്ചു നോക്കി. ഇതേ കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനം കൂടി വന്നത്, ഇനിയിപ്പോൾ എന്ത് കുമ്പസാരം? എന്താ ചേട്ടൻ എന്നാ ഉദ്ദേശിക്കണേ? അതേടി എനിക്കൊന്ന് ഹൃദയം തുറന്ന് കുമ്പസാരിക്കണം. അവരുടെ ഇടവകപ്പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. അദ്ദേഹം തിരിച്ചു വന്ന് ആദ്യം ചെയ്ത പ്രവൃത്തി ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം എനിക്കൊരു നീണ്ട വോയിസ് മെസ്സേജ് അയച്ചു. ആദ്യം അദ്ദേഹം പറഞ്ഞ, അച്ഛാ റിയലി സോറി, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു അച്ഛാ. എനിക്ക് ഇന്നാണ് എൻ്റെ തലയ്ക്കകത്ത് പ്രകാശം നിറഞ്ഞത്, എനിക്ക് ബോധം വന്നത് അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ഈ കുടുംബം കടന്നു പോകുന്ന സന്തോഷം ഉണ്ടല്ലോ, ഈ കുടുംബം കടന്നു പോകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കടലിൻ്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ കടല് കടക്കാനുള്ള വഴിയും കൂടെ ദൈവം അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒച്ചത്തിപ്പറ ആമേൻ, ആമേൻ, ആമേൻ. സംഭവിക്കും.